അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. വിജയിച്ചിട്ട് നമുക്ക് പോയിന്റ് ടേബിളിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പ്രതികാരത്തിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അത് തിരിച്ച് മുംബൈയിലേക്ക് തന്നെ ജാവോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസമായിട്ട് മുംബൈ സിറ്റി FC-യുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നല്ല രീതിയിൽ ഊക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ. അതിന് മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു. മത്സര ശേഷം എനിക്ക് വീഡിയോ ഇടാനായിട്ട് ടൈമും കിട്ടിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, വലിയ രീതിക്ക് ഈ ഒരു മാച്ചിനെ എടുത്തു പറയാനായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, എന്നാലും വീഡിയോ ഇട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് രാജ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അടുത്ത സീസണിലേക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു കുറച്ച് കാലത്തേക്ക്, അതായത് ഒരു 5-4 കൊല്ലത്തേക്ക് ഒരിക്കലും പുറത്ത് കളയാൻ പറ്റാത്ത ഇന്ത്യൻ താരങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച താരങ്ങളെ SD നല്ല രീതിക്ക് പുട്ടുപോലെ എടുത്തെറിയാറുണ്ട്. ഇപ്പോൾ സഹൽ അബ്ദുസമദിനാവട്ടെ, അതല്ലെങ്കിൽ ജീക്സൺ സിംഗ് തനൗജത്തിനാവട്ടെ, ഇവരെയൊക്കെ അതുപോലെ പുട്ടുപോലെ എടുത്തെറിഞ്ഞാണ്. പണ്ട് സന്ദേശ് സിംഗിനെയും ഇതുപോലെ എടുത്തെറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇക്കൊല്ലം മുതൽ അടുത്തൊരു 4-5 വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും. ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടോ. നമ്മളൊരു 100K ഫാമിലി എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ തോട്ടുകളും എൻ്റെ ഒപ്പീനിയൻസുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. സോ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തേണ്ട താരങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിൽ കരാറുള്ള താരങ്ങളുണ്ട്, അതല്ല കരാറില്ലാത്ത താരങ്ങളുണ്ട്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടോ, കരാറ് കൊടുത്ത താരങ്ങളെ വരെ ചിലപ്പോൾ ആ കരാറ് ഒഴിവാക്കിയിട്ട് ഇവർ വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു ക്ലബ്ബാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ താരങ്ങളെയൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ കോറോ സിംഗ് ആണ്. കോറോ സിംഗിന് ഏകദേശം 2029-28 വരെയൊക്കെ കരാറ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബട്ട് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ കാലം കളിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ് കോറോ സിംഗ് എന്ന് പറയുന്നത്. കാരണം 18 വയസ്സ് മാത്രം പ്രായം ചേർന്നിട്ടുള്ള ഈ ഒരു കളിക്കാരൻ ഇന്ന് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു വിങ്ങറാണ്, അതല്ലെങ്കിൽ ഒരു വിങ് ഫോർവേഡാണ് എന്ന് വേണം പറയാൻ. കാരണം 18 വയസ്സ് മാത്രമുള്ള ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എതിരാളികളായിട്ടുള്ള വമ്പൻ ഡിഫൻസിനെ മറികടന്ന് ഗോള് കണ്ടെത്തുന്ന ശൈലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമാർന്ന പാസുകളും ക്രോസുകളും കോറോ സിംഗിൻ്റെ കാലിൽ നിന്നും വരുന്നത് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ടീംമേറ്റിനെയൊക്കെ, സ്ട്രഗിൾ ചെയ്യുന്ന ടീംമേറ്റിനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ, അതായത് ഗോൾ അടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കോറോ സിംഗിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സെൽഫിഷായിട്ട് കളിക്കുന്ന ഒരു ഇന്ത്യൻ കളിക്കാരനൊന്നല്ല, വലിയ രീതിയിൽ ഡ്രിബ്ലിങ് ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരനല്ല. ബട്ട് എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു 18കാരൻ എന്ന് വേണം പറയാൻ കോറോ സിംഗിനെ പറ്റിയിട്ട്. സോ ഈ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം 6ഓളം ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു താരമാണ് കോറോ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോറോ സിംഗിനെ തീർച്ചയായിട്ടും ഒരു 5-6 സീസൺ നിലനിർത്തണമെന്നേ ഞാൻ പറയുള്ളൂ. നിറം മങ്ങിയ പ്രകടനം എവിടെ നിന്നോ കാണുന്നത് അവിടെ നിന്ന് ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത സീസണിലൊക്കെ നമുക്ക് എന്തായാലും കോറോ സിംഗ് ഉണ്ടാകും, കരാറുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത താരത്തിലേക്ക് പോകാം. മുഹമ്മദ് ഐമൻ എന്ന് പറയുന്ന താരമാണ്. 22 വയസ്സ് മാത്രമുള്ള താരമാണ്. ഐമൻ ആരാണെന്ന് കാണാൻ ഇന്നലത്തെ ആ ഒരു മാച്ച് കൃത്യമായിട്ട് കണ്ടവർക്ക് മനസ്സിലായി കാണും ഐമൻ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ. ആ 4 ആളൊക്കെ ഡ്രിബിൾ ചെയ്ത് പോകുന്ന രംഗം നമ്മൾ കണ്ടു. ഒരു വേൾഡ് ക്ലാസ് ഡ്രിബ്ലിംഗ് ആണ് അതൊക്കെ. അപ്പോൾ ഐമനിലേക്ക് വരുമ്പോൾ താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ നിന്നും തുടങ്ങിയിട്ടുള്ള യുവതാരമാണ്. കരാറിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടാണ്. കാരണം അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് വലിയ വ്യക്തമല്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇല്ല, വലിയ രീതിക്ക് നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനത്തെ താരങ്ങളെ എന്താവും എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിലാണ്. തീർച്ചയായിട്ടും അടുത്ത സീസൺ മുതൽ ഇന്ത്യൻ താരങ്ങളെ വല വീശി എറിയാൻ പോകുന്ന പല ക്ലബ്ബുകളും ഉണ്ടാകും. അവരിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു താരമായിരിക്കും നമ്മുടെ ഐമൻ എന്ന് പറയുന്നത്. ഈ സീസണിൽ 2 അസിസ്റ്റ് നൽകിയിട്ടുണ്ട്. ബട്ട് താരത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് ഒരു സത്യം പറയാലോ ഭയങ്കര കിഡിലൻ കോൺഫിഡൻസോട് കൂടി വലിയ വലിയ ഡിഫൻസിനെയൊക്കെ മറികടക്കുന്ന ശൈലികൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്തണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടെയാണ് ഐമൻ. അപ്പോൾ നമ്മുടെ 3ാമത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ നവോച്ച സിംഗ് ആണ്. സോ ഈ സീസണിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ആരാധകർക്കുള്ള മറുപടി നവോച്ച സിംഗ് എന്നായിരിക്കും. നവോച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നത്. ബട്ട് കൊടുത്ത ചാൻസ് മുതലാക്കി
മനസ്സിലാക്കി കേരള ബ്ലാസ്റ്റേഴ്സിൽ ആ ഒരു വിങ് ബാക്കിൻ്റെ പൊസിഷൻ നിലനിർത്തിയിട്ടുള്ളൊരു താരമാണ്. അദ്ദേഹത്തോട് മത്സരിക്കണം ഇനി നമ്മുടെ വിങ് ബാക്കുകളായിട്ടുള്ള താരങ്ങളെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വ്യക്തമായിട്ടും നിലനിർത്തേണ്ട ഒരു താരം തന്നെയാണ് നവോച്ച. ക്രോസുകളും അതല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ്നെസ്സും ആ ഒരു ക്ലിയർനെസ്സും അതല്ലെങ്കിൽ ടാക്ലിങ്ങളൊക്കെ വളരെ വ്യക്തവും കൃത്യവുമായിട്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നവോച്ച സിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും നല്ല ബാക്കുകളിൽ ഒരു കളിക്കാരനാണ്. പലരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് വരുന്ന നാലാമത്തെ താരം എന്ന് പറയുന്നത് ഐബാൻ ഡോളിംഗ് ആണ്. ഐബാനെ നമ്മൾ സൈൻ ചെയ്തിട്ട് ഈ ഒരു വർഷമാണ് സൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ താരത്തിനും കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് താരത്തിൻ്റെ ഈ ഒരു പ്രകടനം വെച്ചിട്ട് അടുത്ത സീസണിലും അതല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് നീട്ടിക്കൊടുക്കണം. ഈ ഒരു കോൺട്രാക്റ്റ് വെട്ടിക്കുറച്ചിട്ട് താരത്തെ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഐബാനും അത്യാവശ്യം നല്ല കിടിലം പെർഫോമൻസാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ചില ടാക്ലിങ്ങുകളും അതുപോലെ തന്നെ കൃത്യമായിട്ട് ബാക്കിയുള്ള ടീംമേറ്റിനെയൊക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കളിയുണ്ട് ഐബാൻ്റെ അടുത്ത്. അതൊക്കെ വളരെ ടോപ്പ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ മറ്റൊരു താരമാണ് നമ്മുടെ ബികാഷ് ഉന്നം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, ഇപ്പോൾ നിങ്ങൾ പറയും ബികാഷിനൊക്കെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്റ്റ് കൊടുത്താലും അത് ചിലപ്പോൾ ഒഴിവാക്കി വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു ക്ലബ്ബാണ് നമ്മൾ. അപ്പോൾ ബികാഷിനെയും നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുണം കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് ബികാഷാണ്. വ്യക്തമായിട്ട് വേണ്ട സമയത്ത് നല്ല രീതിയിൽ ഇടപെടൽ നടത്തുന്ന ഒരു താരം തന്നെയാണ് ബികാഷ് ഹിംനം എന്ന് പറയുന്നത്. അപ്പോൾ താരത്തെയും നിലനിർത്തണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇത് ഈ ലിസ്റ്റിൽ ഞാൻ കൊണ്ടുവരുന്ന മറ്റൊരു താരം ഹോർമിപാമാണ്. ഹോർമിപാമിനെ സംബന്ധിച്ചിടത്തോളം 2027 വരെ താരത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ എന്തായാലും തുടരും. ബട്ട് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇനി എങ്ങാനും വിദേശ താരങ്ങളായിട്ടുള്ള ഡിഫൻസിനെയും ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള മികച്ച ഡിഫൻസിനെയും കൊണ്ടുവരുന്ന സമയത്ത് ഹോർമിപാമിനെ നമുക്ക് വിൽക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പലരും വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് വിൽക്കാതെ അവിടെ വെക്കുന്നതാണ് നല്ലത്. കാരണം ഒരു തള്ളിക്കൊടുക്കാൻ പുഷ് ചെയ്യാൻ ഒരാളുണ്ട് എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ഡിഫൻസ് എന്ന് പറയുന്നത്. കാരണം ലെസ്കോവിച്ചിൻ്റെയൊക്കെ സീസൺ നമ്മൾ കണ്ടതാണ്. കൂടെ നിന്ന് പുഷ് ചെയ്യാൻ ലെസ്കോവിച്ച് ഉണ്ടായത് കൊണ്ട് തന്നെ ഹോർമിപാമൊക്കെ പീക്ക് ലെവലിലാണ് പെർഫോം ചെയ്തിരുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹോർമിപാമിനെയൊക്കെ നിലനിർത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഇനിയും ഒരുപാട് താരങ്ങളുണ്ട്. ഡാനിഷ് ഫാറൂഖ്, അതുപോലെ അമാവിയ, അസർ, വിപിൻ മോഹനൻ, ഇവരൊക്കെ ഉണ്ട്. വിപിനൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട താരങ്ങളാണ്, അതൊന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡാനിഷിനെയും അതല്ലെങ്കിൽ അമാവിയെയും അസറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ലിസ്റ്റിൽ ചേർത്തിട്ടില്ല. അപ്പോൾ സന്ദീപിനൊക്കെ ഒഴിവാക്കുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ താരങ്ങളെ, ഈ ഒരു 5-6 ഇന്ത്യൻ താരങ്ങളെ നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു കണക്കുകൂട്ടൽ. എൻ്റെ ഒരു തോട്ടുകളും കാര്യങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് ഈ ഒരു 4-5-6 താരങ്ങളെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടാൽ അതിലേക്കും ബൈ.